ഇവിടെ ഒരു പുതിയ കാഴ്ചയാണ് അവതരിപ്പിക്കുന്നത്. ആയിരം വേലിൽ തോമസ് എന്ന നീണ്ടൂർ സ്വദേശിക്ക് കാനഡയിലെ ഒണ്ടാറിയോയിൽ എറിങ്ങിൽ ഒരു ഫാമുണ്ട്. ആ ഫാം സന്ദർശിക്കാൻ ഇന്ന് പോയി. ആ ഫാമിൻ്റെ പേര് പാരഡൈസ് അല്ലെങ്കിൽ പറുദീസ എന്നാണ്. ഏതാണ്ട് അതൊരു പറുദീസ തന്നെ. അവിടെ പ്രധാനപ്പെട്ട കൃഷി ഇനത്തിൽപ്പെട്ടത് ചോളമാണ്. ചോളം 100 ഏക്കർ സ്ഥലമാണ്. അതിനകത്ത് എത്ര ഏക്കർ ചോളം നട്ടിട്ടുണ്ടെന്നുള്ളത് എനിക്ക് കൃത്യമായി പറയാൻ അറിയില്ല. എങ്കിലും ഒരു കണ്ടെത്താത്ത ദൂരത്തിൽ അങ്ങനെ ചോള വയലുകൾ കാണാം. അദ്ദേഹം പറയുന്നത് ചോളത്തിന് ശേഷം കൃഷി മാറി മാറി വരും. ഗോതമ്പ്, അത് കഴിഞ്ഞിട്ട് സോയാബീൻസ്, അങ്ങനെയാണ് കൃഷിയുടെ. പിന്നെ പുള്ളിക്ക് ധാരാളം കാടുകളും വനങ്ങളും വന്യമൃഗങ്ങളും ഒക്കെ ഉണ്ട്. അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് അതിനകത്ത് 3-4-5 ചെറിയ തടാകങ്ങളുണ്ട്. ചിലതിലൊക്കെ പുള്ളി മീനെ വളർത്തുന്നുണ്ട്. മീൻ എന്ന് പറഞ്ഞാൽ ട്രൗട്ടും പിന്നെ ബാസും ഒക്കെയാണ്. അതിനെ ഇങ്ങനെ ചില തീറ്റയൊക്കെ കൊടുത്ത് വളർത്തി അതിങ്ങനെ വലയിട്ട് കൂരിയാണ് അത് പിടിക്കുന്നത്. എന്തായാലും മനോഹരമാണ്. പിന്നെ പുള്ളിക്കുള്ള മാട് കൃഷി എന്ന് പറയാൻ പറ്റില്ല, ആടാണ് കൂടുതലുള്ളത്. കുറേ മുട്ടനാടുകളും കുറേ പെണ്ണാടുകളും, നല്ല സുന്ദരന്മാരും സുന്ദരികളുമായ ആടുകൾ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കോഴികൾ, താറാവുകൾ, അവരെല്ലാം കൂടെ ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ മേഞ്ഞ് നടക്കുകയും കൊത്തിപ്പെറുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ കേരളത്തിലേക്ക് പോയോന്ന്. അത്രയും ഒരു നൊസ്റ്റാൾജിയ ഉണർത്തുന്നതാണ് കാനഡയിലെ ഈ പറുദീസ എന്ന് പറയുന്ന, പാരഡൈസ് എന്ന് പറയുന്ന ഈ ഫാം. അത് വളരെ വിസ്തൃതമാണ്. നല്ല ഒരു പഴയ രീതിയിലുള്ളൊരു ബംഗ്ലാവും പിന്നെ കുറേ സാധനങ്ങളും, ഇങ്ങനെ ഫാമിന് വേണ്ട പുല്ലുപെട്ടി, മറ്റത് ലോറികൾ, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളും സാമഗ്രികളും എല്ലാം അവിടെ സജീവമാണ്. ഇതിനകത്ത് പ്രധാനപ്പെട്ട വേറെ ഒരു കാഴ്ച എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പരിശ്രമശീലമാണ്, മോട്ടിവേഷൻ. അദ്ദേഹം കൃഷിയോട് താല്പര്യമുള്ള ഒരാൾ. അത് വളരെ ഉത്തേജനജനകമാണ്. നമ്മളവിടെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നാട്ടിൻപുറത്ത് കൃഷി ഇവിടെ വന്ന് സ്വന്തം അധ്വാനം കൊണ്ടുണ്ടാക്കുക. പ്രധാനപ്പെട്ട ഒരുപാട് പണികൾ അദ്ദേഹം ചെയ്യാറുണ്ട്. എനിക്ക് തോന്നുന്നത് അദ്ദേഹം ചെറുപ്പക്കാരനായതുകൊണ്ടാണ്. എന്നെപ്പോലെ ഒരാൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം എനിക്ക് തോന്നുന്നത് ഈ ഫാമൊക്കെ കാനഡയിൽ നടത്തണമെങ്കിൽ നല്ല പ്രസരിപ്പുള്ള യങ്ങേഴ്സ്, അതായത് ചെറുപ്പക്കാരായിരിക്കണം. ഒരു 20-നും 40-നും അല്ലെ 50-നും ഇടയ്ക്കുള്ളവർ. അവർക്ക് വളരെ സുഗമമായിട്ട് ചെയ്യാവുന്നൊരു കാര്യമാണ്. സ്വന്തം കൃഷിസ്ഥലം വാങ്ങിച്ചിട്ട് ഗവൺമെൻറ്റിൽ നിന്നുള്ള ആനുകൂല്യങ്ങളെല്ലാം കിട്ടും. അതെല്ലാം വെച്ച് നല്ല ഗംഭീരമായിട്ട് കൃഷി നടത്തുക. അത് ആ സ്ഥലം സന്ദർശിക്കേണ്ടതുണ്ട്. അവിടെ ധാരാളം കാഴ്ചക്കാർ വരും. കൂടാതെ അവിടെ സ്ഥലങ്ങൾ പുള്ളി വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട്. കല്യാണ ആഘോഷങ്ങൾക്കും സമ്മേളനങ്ങൾക്കും. അത് ഗുജറാത്തികളും മറ്റു രാജ്യക്കാരും വെള്ളക്കാരും ഒക്കെ വന്ന് അവിടെ തമ്പടിച്ച് ഈ പരിപാടികളൊക്കെ നടത്തുന്നത് കാണാം. അവിടെ പാർട്ടി ഹാളൊക്കെ ഉണ്ട്. പിള്ളേർക്ക് കളിക്കാനുള്ള ഒരുപാട് സൗകര്യങ്ങൾ അവിടെ ഉണ്ട്. ഇപ്പോൾ കൊച്ചു പിള്ളേർക്കും ഇച്ചിരി മുതിർന്ന പിള്ളേർക്കും ഒക്കെ കളിക്കത്തക്ക രീതിയിലുള്ള അറേഞ്ച്മെൻ്റ് ഉണ്ട്. നമുക്ക് നല്ല പാർട്ടി ഒക്കെ വെക്കണമെങ്കിൽ അല്ല കല്യാണം പോലും അവിടെ വെക്കാം, അല്ലെ അതുപോലുള്ളത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാംസ്കാരിക ആഘോഷങ്ങളോ ഒക്കെ വെക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. വളരെ നല്ലൊരു സ്ഥലമാണ്. അവിടെ പുള്ളി ലൈറ്റൊക്കെ ഇട്ട് അദ്ദേഹം തോമസ് അവിടെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. വഴിയെല്ലാം വെട്ടിയിട്ടുണ്ട്. കാടിൻ്റെ നടുക്ക് സ്വച്ഛന്തമായ ഒരു സ്ഥലം. നമ്മൾ കേട്ടിട്ടില്ലേ ഇങ്ങനെ നിശബ്ദമായ ഒരു സ്ഥലത്ത്, അതായത് ശബ്ദം എന്ന് പറഞ്ഞാൽ നമ്മൾ ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന് പറഞ്ഞ പോലെ അത്ര കടുത്ത നിശബ്ദതയാണ്. എന്നാൽ അവിടെ നമുക്ക് സ്വച്ഛന്തം, ആഘോഷങ്ങൾ നല്ല സ്വതന്ത്രമായിട്ട് നടത്താൻ പറ്റിയ സ്ഥലമാണ്. എല്ലാവരും ആ സ്ഥലം 1000 വേലിലെ തോമസിൻ്റെ പറുദീസയിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു.